സ്തോത്രം. ഞങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് ഞങ്ങളുടെ അഭിഷിക്തന്മാർ അയക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ തെക്കോട്ടുള്ളവരെ പോലൊന്നും അല്ല. തൃശ്ശൂർ, പാലക്കാടൊക്കെ പോയാൽ ശക്തമായി കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കള് ഒത്തിരി പേരൊന്നുമില്ലെങ്കിലും ഒരു നല്ല കൂട്ടം അവിടെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നതെങ്കിലും നമ്മുടെ സെൻട്രൽ പാസ് എഴുന്നേറ്റ് ചെയ്യുന്ന ദൈവത്തിനൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ദയവ് ചെയ്ത് ഞാൻ പറയാറുണ്ട്, തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ അതിരം പൂട്ടി ദൈവസ്ഥലിൽ ഇരിക്കരുത്. സ്തോത്രം. കരങ്ങൾക്ക് ബലം ദൈവം തരുമ്പോൾ കരമടിച്ചും കരമുയർത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തണം. 8 ഇഞ്ച് നീളമുള്ള കാര്യം പാണികളാൽ എത്രയോ മണിക്കൂറുകൾ ആ കരം നമുക്ക് വേണ്ടി ഉയർന്നിരുന്നു. സ്തോത്രം. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ 3.5 വർഷത്തോളം 3 വർഷം കഴിഞ്ഞു ഈ പാൻഡമിക് സിറ്റുവേഷനോടൊക്കെ നമ്മൾ കടന്നുപോയി. 1.5 മീറ്റർ അകലം പാലിച്ചത് കൊണ്ടോ 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടോ സാനിറ്റൈസറോ സോപ്പോ യൂസ് ചെയ്തുകൊണ്ടൊന്നും അല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. മഞ്ഞൾ വെള്ളം കുടിച്ചത് കൊണ്ടല്ല, കരിഞ്ചീരകം വാരി കഴിച്ചത് കൊണ്ടല്ല. ദൈവത്തിന് നമ്മളോടുള്ള ദയ. സ്തോത്രം. അതുകൊണ്ട് പുസ്തകം പഠിപ്പിക്കുന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളതാ. അവൻ നല്ലവനല്ലോ എന്ന് പറഞ്ഞ ദൈവമക്കളെ. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സുവിശേഷം പ്രസംഗിക്കാൻ 3 കാരണങ്ങളുണ്ട്. പലരും ചിന്തിക്കും ഒരുപക്ഷെ ഇത് മതം പ്രചരിപ്പിക്കാനാണെന്ന്. ഒരിക്കലുമല്ല. സ്തോത്രം. ഒരു മതത്തിന്റെയും വക്താവായി നിന്നുകൊണ്ടല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ യേശുവിനെ ഉയർത്തുന്നത്. കാരണം എന്റെ യേശു ഒരു മതസ്ഥാപകനല്ല. സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കാൻ 3 കാരണമുണ്ട്. 1, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷം. 2, നരകത്തെ കുറിച്ചുള്ള ഭീകരത. 3, അല്പം മുമ്പ് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. ഭൂലോകത്തൊക്കെയും പോയി പറഞ്ഞാട്ടെ. സഹോദരിമാരൊക്കെ ഒന്ന് ഉഷാറായിക്കേ. ഞാൻ 40 ദിവസം ഉപവാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയല്ല. പക്ഷെ യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. 1, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷം. 2, നരകത്തെ കുറിച്ചുള്ള ഭീകരത. 3, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. ശ്രദ്ധിക്കണം. സ്തോത്രം. സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷവും നരകത്തെ കുറിച്ചുള്ള ഭീകരതയും യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമ്പോൾ, ഞങ്ങളുടെ രക്തത്തിൽ രക്തവും മാംസത്തിൽ മാംസമായ ഞങ്ങളുടെ ദേശനിവാസികളായ സകല ഈശ്വര വിശ്വാസികളോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരിക്കലും പുറങ്കാലുകൊണ്ട് ഈ ചിന്തകളെ തട്ടിക്കളയാതെ ഈ ചിന്തകളെ മാർവോട് ചേർക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞങ്ങളെ അല്ലെങ്കിൽ രക്ഷിച്ച ശ്രീ യേശുനാഥൻ നിങ്ങളെ രക്ഷിപ്പാൻ സർവശക്തനായി ഈ ദേശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പേര് സർവശക്തൻ, സർവജ്ഞാനി, പറഞ്ഞാട്ടെ, സർവവ്യാപി, സർവശക്തനായ ദൈവം. എന്താ സർവശക്തൻ? ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, അണ്ഡജരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിവെച്ചവൻ. സ്തോത്രം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ മുഴു ലോകം ഉളവായി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഒരു ദൈവം. ആ ദൈവത്തിന്റെ പേര് സർവശക്തനായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. 2, സർവജ്ഞാനിയായ ദൈവം. എന്താ സർവജ്ഞാനി? സ്തോത്രം. ആരംഭത്തിൽ തന്നെ പറഞ്ഞു സഹോദരങ്ങൾ, അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ഒരു ദൈവം.
ഒന്നുകൂടി പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും അറബിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. അപ്പൊ സർവശക്തൻ, സർവജ്ഞാനി. അടുത്തത് സർവവ്യാപി. ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്താണ്? കല്ലാറോട്. എന്തേലും ആയിക്കോട്ടെ. സ്വതന്ത്രം. ഇവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ഒരു പഞ്ചായത്ത് കൊണ്ടോ ഒരു സ്റ്റേറ്റ് കൊണ്ടോ ഒതുങ്ങുന്ന ഒരു ദൈവമല്ലെന്ന് സർവവ്യാപി. സ്തോത്രം. ഒരു രാജ്യം കൊണ്ട് ഒതുങ്ങുന്ന ദൈവമല്ലെന്ന്. സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, കഴുകനെ പോലെ ചിറകടിച്ചവൻ അവിടെയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന യേശു അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്, അവൻ സർവവ്യാപിയായ ദൈവമാണ്. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം ഈ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മുടെ നടുവിൽ വന്നിരിക്കുമ്പോൾ അവൻ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ അല്ല വന്നത്. ദിക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കൂടി വരുന്നവർ നടുവിൽ ഞാൻ ആദവനാകാമെന്ന് വാക്ക് പറഞ്ഞ വലിയവനായ ദൈവം ഇന്ന് രാത്രി ഈ മണ്ണിൽ യേശുവിന്റെ സാന്നിധ്യം മൺകൂടാരത്തിൽ അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ഈ വിടുതൽ പ്രാപിച്ചവന് മൗനമായിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും സുപരിചിതമായ ഒരു ചെറിയ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളെ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്ന വാക്യം. സ്തോത്രം. നമ്മൾ പഠിപ്പിക്കുന്ന യഹോവയുടെ ഇടയനാകുന്നു എന്നൊക്കെ പഠിപ്പിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കണമേ. എബ്രായ ലേഖനം 11-ാം അധ്യായം സ്തോത്രം. അവർക്ക് വായിച്ചേ സഹോദരിമാരെ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഏത് വലിയവനോടും ചെറിയവനോടും കർത്താവിന് ഒന്നേ പറയാനുള്ളൂ, വിശ്വസിക്കുക. ആമേൻ. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ നിമിഷം നമ്മുടെ ദൈവം പ്രവർത്തിക്കും. ഏത് കുടുംബത്തിൽ പിറന്നതാന്ന് ചോദിക്കത്തില്ല, ജാതി ഏതാന്ന് ചോദിക്കത്തില്ല, മതം ഏതാന്ന് ചോദിക്കത്തില്ല, കളർ ഏതാന്ന് ചോദിക്കത്തില്ല, സാമ്പത്തിക ഭദ്രത എത്രയുണ്ടോന്ന് ചോദിക്കത്തില്ല, കുടുംബശ്രേഷ്ഠത ഉണ്ടോന്നൊന്നും ചോദിക്കത്തില്ല. ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ പറയാം. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ US-ലായിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ കോൺഫറൻസിന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ നമുക്കറിയാം, സ്തോത്രം, ഡീസലും പെട്രോളും ഒക്കെ കൊണ്ടുവരുന്ന വലിയ ടാങ്കർ, വലിയ വാഹനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ടാങ്ക് നിറച്ച് പെട്രോളാ, നിറച്ച് ഡീസലാ, വിദേശിയുടെ ഭാഷയിൽ പറഞ്ഞ നിറച്ച് ഗ്യാസാ. സ്തോത്രം. പക്ഷെ ഈ വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ ചേർന്നിരിക്കുന്ന ഈ ടാങ്കിനകത്ത് നിറച്ച ഡീസൽ ഉണ്ടെങ്കിൽ അല്ലെ പെട്രോൾ ഉണ്ടെങ്കിൽ ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല. കാരണം ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനൊരു ചെറിയ ടാങ്ക് ഉണ്ട്, അതിനകത്ത് ഈ ഇന്ധനം നിറയ്ക്കാതെ ഒരിക്കലും ഈ വണ്ടി മുന്നോട്ട് പോകില്ല. സ്തോത്രം. അപ്പൻ പാസ്റ്ററാണെന്ന് പറഞ്ഞാലും, വല്യപ്പൻ സ്തോത്രം അല്ലെങ്കിൽ മെത്രാനാന്ന് പറഞ്ഞാലും, അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വ്യക്തിപരമായ ജീവിതത്തിൽ സ്തോത്രം അല്ലെങ്കിൽ ദൈവമായ ഒരു അഭേദ്യ ബന്ധമില്ലാത്ത ഒരൊറ്റ ഒരുത്തനും ക്രിസ്തീയ ജീവിതം സുഗമമായി യാത്ര ചെയ്യാൻ സാധ്യമല്ല. പഴയ നിയമത്തിലൊരു മോശയുണ്ട്. ആ മോശയോട് ചോദിച്ചാൽ മോശ പറയും, ലക്ഷക്കണക്കിന് ജനം എന്റെ കൂടെ ഉണ്ട്. കാരണം മിസ്രൈം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനം എന്നോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ സൈന്യബലം എനിക്കുണ്ട്. 2, ഞാൻ വിക്കനായി, എനിക്ക് സംസാരിക്കാൻ ശക്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ അഹരോനെ കൂട്ടുകൊടുത്തു. പ്രവാചകിയായ പെങ്ങളാകുന്ന മിരിയാം കൂടെയുണ്ട്. അപ്പൊ സൈന്യബലമുണ്ട്, സഹോദര ബലമുണ്ട്.
മൂന്നാമത് അധികാരത്തിന്റെ ഒരു വടി തന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ശുശ്രൂഷയെ കാണിക്കുന്നു. ശ്രദ്ധിക്കണമേ, സൈന്യബലമുണ്ട്, സഹോദര ബലമുണ്ട്, ശുശ്രൂഷയുണ്ട്, എല്ലാം ഉണ്ടായിട്ടും താൻ പറഞ്ഞത് കേട്ടോ, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്തെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോടൊരു ദൂത ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഞങ്ങളൊക്കെ ദൈവസന്നിധി വന്നു കഴിഞ്ഞ് ഇതുപോലുള്ള യോഗത്തിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം ഉണ്ടായി. കാരണം പാസ്റ്റർമാര് സ്റ്റേജിൽ നിന്ന് കുടല് മറിഞ്ഞു കിടന്നാ പറയുന്നു, ഒന്ന് സ്തുതിച്ച്, ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ച്, തല കുലുക്കിക്കൊണ്ട് സ്തുതിച്ച്, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ച്. എന്നാലും ഈജിപ്തിലെ പിരമിഡ് പോലെ നമ്മൾ വന്നിരിക്കും. അതിനൊക്കെ ഞാൻ ഹൈന്ദവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഏത് ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുന്നത്? മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും. 7 ദിവസം ആകുമ്പോ 7 × 35. സ്തോത്രം. ഹൈന്ദവ സഹോദരങ്ങൾ രാവിലെ പോയി ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട്. വൈകിട്ട് അവർ ദീപാരാധന തൊഴാൻ പോകുന്നു. സ്തോത്രം. സന്ധ്യയാകുമ്പോൾ അവർ നാമം ജപിക്കുന്നു. സ്തോത്രം. അങ്ങനെ രാവിലെ പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകും. 7 ദിവസം ആകുമ്പോ 14 പ്രാവശ്യം. ക്രിസ്ത്യാനി ഹലോ സ്തോത്രം. ചിലരൊക്കെ വന്ന് ആരാധനയ്ക്ക് കൈയൊക്കെ കെട്ടി ഇങ്ങനെ ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ വന്നിരിക്കും. ഞങ്ങളാണ് ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കും. സ്തോത്രം. പക്ഷെ പുസ്തകം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ദൈവത്തിന്റെ മന്ദിരമാണ് ശരീരം. നീ എന്തൊക്കെ പ്രയത്നിച്ചു എന്ന് പറഞ്ഞാലും ഇതൊക്കെ നിഷ്ഫലമാണ്. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഈശ്വരന്റെ പേരിൽ കൊല്ലും കൊലവിളിയും നടക്കുന്ന ലോകം. 2019 നവംബർ മാസം 19-ാം തീയതി സൗത്ത് ചൈന മോർണിംഗ് ബസ് എന്ന് പറയുന്ന ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഉപ്പി എന്ന പ്രദേശവാസിയായ 55 വയസ്സുള്ള ചെമ്മീൻ കച്ചവടക്കാരിയായ ഒരു പ്രിയ സഹോദരി തുടക്കം കുറിച്ച 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ്, ജീവനില്ലാത്തതും മനുഷ്യ ശരീരത്തിൽ കിടക്കുമ്പോൾ ജീവൻ വെക്കുന്നതുമായ കുഞ്ഞം വൈറസ്, 10 രൂപയുടെ സോപ്പ് കൊണ്ട് കഴിക്കാൻ പോകുന്ന കുഞ്ഞം വൈറസ്, 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള ഈ കുഞ്ഞം വൈറസ് ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേർവ്യത്യാസങ്ങളോ ഇല്ലാതെ ലോകത്തെ മുഴുവൻ അടച്ചുപൂട്ടലിൽ കൊണ്ടെത്തിച്ചു. ഈ കുഞ്ഞം വൈറസ് നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്കൊന്നും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. കോടിക്കണക്കിന് ജീവന് ഈ കുഞ്ഞം വൈറസ് അപകരിച്ചെങ്കിൽ കൃപയാല സ്നേഹിതാതി ജീവനോടെ ഇരിക്കുന്നത് രാവിലെ വിരിഞ്ഞ് വൈകിട്ട് വാടിപ്പോകുന്ന പൂ പോലെയുള്ള മനുഷ്യന്റെ ആയുസ്സിൽ അല്ലെങ്കിൽ എന്താണ് നിനക്ക് പ്രശംസിക്കാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് നിനക്ക് പുകഴുവാനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷാൽ ദൈവത്തെ ജീവിതത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അതിന്റെ പേര് കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എങ്ങനെ സ്തുതിക്കാതിരിക്കും? സ്തോത്രം. അപ്പൊ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? പറഞ്ഞോട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. നമ്മൾ മഹത്വപ്പെടുത്തുന്ന എപ്പോഴാ? ഏതെങ്കിലും ഒരു രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ തനി നിറം ഉണ്ടാകും, അല്ലേ? സ്തോത്രം. രോഗമൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്തോത്രം, അപ്പോഴത്തേക്ക് സഭയായി പാസായി ബഹളമായി ഉപവാസമായി, കർത്താവേ ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ അവകാശികളാണ്. കർത്താവേ രോഗസൗഖ്യം മക്കളുടെ അവകാശം. കർത്താവ് പറയുന്നു, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം. പറഞ്ഞേ, നമ്മൾ രോഗം വരുമ്പോൾ സ്തോത്രം പറയുന്ന, കർത്താവേ ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ അവകാശികളാണ്, രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുക. കർത്താവ് പറയുന്ന അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളിനോട് കർത്താവ് പറയാ, അവകാശി നീ ശിശുവായിരിക്കുന്നിടത്തോളം കാലം വീട്ടിലെ ദാസനേക്കാൾ ഒറ്റ ശ്രേഷ്ഠനല്ലെന്ന്. സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു.
ഇപ്പോഴും ശിശുവിനെ പോലെ നീ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണോന്ന്, ആത്മീയ വളർച്ച നിനക്ക് എന്തുമാത്രമുണ്ടെന്ന്. ഞാനും ഒരു നേഴ്സാ. സ്തോത്രം. ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഒരു ശിശു ജനിച്ച് 3 മാസമാകുമ്പോ കുഞ്ഞ് കമന്ന് വീഴണം, 6 മാസമാകുമ്പോ മുട്ടയിലിടണം, 9 മാസമാകുമ്പോ പിച്ച വെക്കണം, പിന്നെ അപ്പ അമ്മ എന്നൊക്കെ വിളിച്ചു തുടങ്ങും. 35 വയസ്സായി, 40 വയസ്സായി, 25 വയസ്സായി ക്രിസ്തീയ ജീവിതത്തില്. സ്തോത്രം. ഇന്നും ശിശുവിനെ പോലെ കുപ്പിപ്പാലും കുടിച്ചുകൊണ്ട് ഇവിടെ വന്ന് കിടന്നാൽ എന്നും കൊടുത്തി അപ്പന്റെയും നൊന്ത് പ്രസവിച്ച അമ്മയുടെയും വേദന എത്തുമാത്രമുണ്ട്. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് എന്റെയും നിങ്ങളെ നോക്കി വേദനിക്കുക. ഹല്ലേലൂയ. പ്രിയരെ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാനോ, ഹല്ലേലൂയ, തമ്പുരാന്റെ വീണ്ടെടുപ്പിന്റെ മഹത്വത്തെ കുറിച്ച് ഒന്ന് ഓർത്ത് കരയുവാനോ സ്തുതിക്കുവാനോ ഒന്ന് മനസ്സ് തുറന്ന് ആരാധിക്കുവാനോ കഴിയാതെ നിന്റെ ജീവിതം പാഴായി പോകുന്ന അനുഭവത്തിലാണോ ഇന്ന് രാത്രികാലം അതിനൊരു അറുതി വരുത്തിക്കൊണ്ട്, അല്ലേ കർത്താവേ, അനേകര് കറ്റക്കൂമ്പാരമായി നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും എനിക്ക് എന്റെ യേശുവിന്റെ അടുക്കൽ നിൽക്കണമെന്ന് സ്തോത്രം. വിശ്വസിച്ചാ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. എനിക്ക് അമ്മയുണ്ട്, 87 വയസ്സുണ്ട്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. അമ്മച്ചി, അഭിഷേകത്തിന് പ്രായ ഒരു വിഷയമല്ല. സ്തോത്രം. നിന്റെ മനസ്സ ദൈവത്തിന് പ്രവർത്തിക്കാൻ 1 സെക്കൻഡ് മതി. വിശ്വസിക്കുന്നുണ്ടോ? കരമുയർത്തി ദൈവത്തെ സൂചിച്ച്. ദൈവത്തിന് പ്രവർത്തിക്കാൻ 1 നിമിഷം മതി. സ്തോത്രം. ഹല്ലേലൂയ. പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഒരു രാഷ്ട്രം പിറക്കുമോ എന്ന്. പിറക്കുമോ? യാക്കോബ് ഇസ്രായേലായി മാറി. സ്തോത്രം. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാബോക്ക് കടവിൽ മുട്ടുമടക്കി ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഹോശിയ പ്രവാചകൻ 12-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ? അവൻ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. യാക്കോബ് ഇസ്രായേലായി മാറി. സ്തോത്രം. ഒറ്റ ഇന്ന് രാത്രി വിശ്വസിച്ച നീ എന്ത് വിഷയത്തിന് ഭാരപ്പെടുന്നു? രക്ഷിപ്പാൻ കഴിയാവുന്ന എന്റെ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാവുന്ന മാമന്റെ ചെവി മന്ദമായിട്ടില്ല. പലപ്പോഴും നമ്മുടെ പാപങ്ങളാ നമ്മളെ ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാതിരിക്കാൻ നമ്മുടെ പാപമാണ്. സ്തോത്രം. അതുകൊണ്ട് പുസ്തകം പറയുന്ന തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോ, ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, പിന്നെയോ ഉപേക്ഷിക്കണം. അപ്പൊ 1 രാത്രി കൊണ്ട് രാഷ്ട്രം പിറക്കും. യാക്കോബ് ഇസ്രായേലായി മാറി. സ്തോത്രം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം എടുക്കേണ്ട 11-ാം അധ്യായം പഠിക്കുമ്പോൾ 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒറ്റ അധ്യായം കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ പേരങ്ങ് മാറി. സ്തോത്രം. 11-ന്റെ 1 പറയുന്നു, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ. പക്ഷെ കർത്താവ് അവിടെ ചെന്ന് ആ പട്ടണത്തിനകത്ത് കടന്ന് ചില ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ അടുത്ത അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നു, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമെന്നല്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? പട്ടണത്തിന്റെ പേര് മാറ്റാൻ, ദേശത്തിന്റെ പേര് മാറ്റാൻ എന്റെ ദൈവത്തിന് 1 നിമിഷം മതി. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയായി മാറി. ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, ഒറ്റ അധ്യായം കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ പേര് മാറി. ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങിയ വടി തളർത്ത് പൂത്ത് വേദാംഫലം കാഴ്ച. എന്ന് വിശ്വസിച്ചേ, ഒറ്റ രാത്രി കൊണ്ടൊരു രാഷ്ട്രം പിറന്നു. ഒറ്റ അധ്യായം കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ പേര് മാറി. ഒറ്റ രാത്രി കൊണ്ട്. തമ്പുരാൻ ഭക്തനോട് പറഞ്ഞു, നീ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 വടിയെടുത്തോണ്ട് 12 ഉണങ്ങിയതായിരിക്കണം. ഏറ്റവും ഉണങ്ങിയ 12 വടിയെടുത്ത് ഒരു കെട്ടിനകത്തോട്ട്, ഈ ചൂലൊക്കെ കെട്ടിവെക്കുന്ന പോലെ, എന്ന് വെച്ചാൽ ഈർക്കിലിയൊക്കെ കെട്ടിവെക്കുന്നത് പോലെ ഒരു കെട്ടിനകത്താക്കി
12 വടിയും കൂടെ ഉണങ്ങിയതാ. എന്നിട്ട് പറഞ്ഞു യഹോവയുടെ സന്നിധി കൊണ്ടുവെക്കണം. അത് ദൈവസന്നിധി കൊണ്ടുവച്ചു. ശ്രദ്ധിക്കണമേ, മണ്ണുമായി അതിന് ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലുമില്ല, ഏറ്റവും ഉണങ്ങിയതാ. പക്ഷെ ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണ്. ഇന്ന് രാത്രി വിഷയം വെച്ചത് ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ മനുഷ്യൻ നിന്നെ നിന്ദിക്കും, വേദനകളെ പറഞ്ഞാൽ അവൻ നിന്നെ പരിഹസിക്കും. ഇന്ന് തോളെ കൈയിട്ട് നടക്കുന്നവൻ നിന്റെ പോക്കറ്റിലെ അല്ലെങ്കിൽ കാശ്, നിന്റെ കീശയിലെ കാശ് കാലിയാകുമ്പോൾ അവൻ മാറി നിൽക്കും. എന്നാൽ ഒരിക്കലും മാറാത്ത, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറിപ്പോകാത്ത വചനമെന്ന ദൈവം അവൻ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. സ്നേഹിത, ഇന്ന് രാത്രി വിളിച്ചു വരണം, നീ അനാഥനല്ല, നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. നിന്റെ അപ്പന്റെ ഇഷ്ടത്താലും അമ്മയുടെ ഇഷ്ടത്താലും ജനിച്ചവനല്ല. സ്തോത്രം. അല്ലെ, അവരൊരു മുഖാന്തരമായി മാറിയതാ. എന്നാൽ ഒരു ശിശു ജനിക്കണമെങ്കിൽ അത് ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈശ്വരനാണ് നിന്നെ സൃഷ്ടിച്ചത്. സാക്ഷാൽ ദൈവം നിന്നെ സൃഷ്ടിച്ചെങ്കിൽ നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ഇന്ന് ആയിരങ്ങൾ തകർന്ന് വിലപിക്കുക. സ്തോത്രം. 10,000 ഞങ്ങൾ ഈ കവലകളിലൊക്കെ യേശുവിനെ പ്രസംഗിക്കുന്നവർ. എത്രയെത്രയോ കുടുംബങ്ങളാ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. തലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രസംഗവേദി പലപ്പോഴും പറയാറുണ്ട്, വീട്ടിലിരിക്കുന്ന ടിവിയിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. ജന്മം കൊടുത്ത മക്കളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് കഴിയത്തില്ല, പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് കഴിയും. സ്തോത്രം. കാരണം കാലം ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ദിനംപ്രതി നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ. അയ്യോ എന്ന് പറയാതെ പത്രത്താളുകൾ മറിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ടി വി ഓണാക്കുമ്പോൾ, പത്രം തുറക്കുമ്പോൾ തലമരവിച്ചു പോകുന്ന വാർത്തകളാ കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. ഭയജഗതമായ അനുഭവം. പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചിമാർ നമ്മുടെ നടുവിലുണ്ട്. അവരോട് ചോദിച്ചാൽ അവര് പറയും, മക്കളെ, ഞങ്ങളുടെ കാലത്തൊന്നും കേൾവി പോലും ഇല്ലാത്ത വാർത്തകളാ ഇന്നിന്റെ മാധ്യമങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്. കാരണം 3 വയസ്സുള്ള കുഞ്ഞും 90 വയസ്സുള്ള അമ്മച്ചിയും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ലാത്ത ഒരു കാലം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഒന്ന് പറഞ്ഞാട്ട്, വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. മനുഷ്യൻ മൃഗമാകുമോ? നമുക്കറിയാം, ഒരു മൃഗത്തെ എത്ര നല്ല വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചാലും, മുന്തിയ ഭക്ഷണപാനീയങ്ങൾ കൊടുത്താലും, നേത്രമായ വസ്ത്രം ധരിപ്പിച്ചാലും, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ പാർപ്പിച്ചാലും, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യിച്ചാലും ഒരിക്കലും ഒരു മൃഗം മനുഷ്യനാകത്തില്ല. പക്ഷേ കോട്ട് സൂട്ടുമണിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമുള്ള, വേതനമായി ഫുഡ് കഴിക്കുന്ന, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ പാർക്കുന്ന, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ വികാരത്തിന്റെ തിരത്തള്ളലിൽ അവൻ മാത്രം നേരം കൊണ്ട് മൃഗമായി തീരുന്ന ദാരുണ ചരിത്രം ഈ കാലഘട്ടത്തിന്റെ ഒരു മുഖമുദ്രയാണ്. മൃഗലോകങ്ങൾ പോലും മൂക്കത്ത് കൈവച്ച് തലകുനിച്ച് അയ്യേ എന്ന് പറയത്തക്ക രീതി നമ്മുടെ സംസ്കാരം ഇവിടെ അധപ്പതിച്ചു കഴിഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി തീർന്ന കേരള സംസ്കാരത്തിന്റെ സംസ്കൃതിക്ക് കളങ്കം വരുത്തിക്കൊണ്ട് മനുഷ്യൻ ഇവിടെ മൃഗമായി മാറി. ഞങ്ങളുടെ ദേശത്തടുത്ത് പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ നടന്ന സംഭവം, സ്തോത്രം, 2023 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവം അല്ലേ? ഭാരതത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം പാവപ്പെട്ട 2 വീട്ടമ്മമാരെ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ വിളിച്ചു വരുത്തി കഴുത്തറത്തു കൊന്ന, അവരെ കഷ്ണങ്ങളാക്കി
ആ മാംസം വേവിച്ചു തിന്ന് ശേഷിച്ച മാംസം ഉപ്പിട്ട് ഫ്രീസറിനകത്ത് വെച്ചു. നോക്കണമേ, സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, മനുഷ്യ ദൈവങ്ങൾക്ക് കുറവില്ല, പുണ്യവാളന്മാർക്ക് കുറവില്ല. പക്ഷേ മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ ഇവിടെ ഒരു വ്യക്തിക്ക് ശക്തിക്കും കഴിയുന്നില്ല. അവിടെയാണ് സുവിശേഷന്റെ പ്രശസ്തി. സ്തോത്രം. സുവിശേഷം രാജ്യത്തെയോ ഭരണകൂടത്തെയോ മനുഷ്യനെയോ ദ്രോഹിക്കുന്നതല്ല. സ്തോത്രം. സന്തോഷത്തോടൊന്ന് സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് പ്രത്യേകതയുണ്ട്. സ്തോത്രം. സുവിശേഷം ഒരിക്കലും ഒരു ജീവിതത്തെ തകർക്കാൻ പഠിപ്പിച്ചിട്ടില്ല. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും വാൾ ഉറയിലിടാനും പറഞ്ഞ നാമമായ യേശുവിന്റെ നാമം. ലക്ഷം വീട്ടിൽ കിടക്കുന്നവനെയും ലക്ഷപ്രഭുവിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന നാമമായ യേശുവിന്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഏത് മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ നാമം. മൂന്ന് ലോകം മുട്ടുമടക്കുന്ന നാമമോ യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏകനാമം ലോകൈക നാമമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രിയരെ ഇങ്ങനെയുള്ള അനുഭവം? ജന്മം കൊടുത്തി അപ്പനാരാ? നൊന്ത് പ്രസവിച്ച അമ്മയാരാ? കൂടെ പിറന്നവരാരാ? സ്തോത്രം. ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളാരാ? ഒന്നിനെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കാലം. ജന്മം കൊടുത്തി അപ്പനെയും നൊന്ത് പ്രസവിച്ച അമ്മയെയും അറവശാലയിൽ അറവുമാടിനെ വെട്ടിനുറുക്കുന്നത് പോലെ വെട്ടിനുറുക്കുന്ന തലമുറകൾ. ഈ അടുത്ത സമയത്ത് മനോരമയിൽ ഒരു വാർത്ത കണ്ട് ഞാനിരുന്ന് കരഞ്ഞുപോയി. സ്തോത്രം. ഒരു മോൻ മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയുടെ അടിവയറ്റിൽ ഒറ്റ ചവിട്ട്. ആ അമ്മ രക്തം വാർന്നൊഴുകി ഇവിടെ മരിച്ചു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ യൂട്രസ് വെളിയിൽ വന്നു. ഞാനിരുന്ന് കരഞ്ഞുപോയി. 10 മാസം അവനെ ചുമന്നിയ ആ ഉദരത്തെ മദ്യപിച്ചുകൊണ്ട് ഒറ്റ ചവിട്ടിന്. എന്തുകൊണ്ട് മനുഷ്യൻ ഇവിടെ മൃഗമായി മാറുന്നു? പ്രിയരെ, എന്താണ് ഇതിന് കാരണം? മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന പാപമായതിന് കാരണം. പാപം ഒരു അവയവമായിരുന്നെങ്കിൽ നമുക്ക് അതിനെ മുറിച്ചു കളയാമായിരുന്നു. രക്തത്തെ രൂഢമൂലമായി കിടക്കുന്ന പാപം അങ്ങനെയൊന്നും മാറത്തില്ല. കൂട്ടുകാരനെ കുത്തിരി പിടിച്ചിട്ട് അയൽക്കാരന്റെ അതിര് മാന്തിയിട്ട് മറ്റുള്ളവർക്കെതിരെ ആഭിചാരവും നേർച്ചകാഴ്ചകളും കൊടുത്തിട്ട് പകയും പിടക്കവും മനസ്സിൽ വെച്ച് ദുശ്ചിന്തകളോടെ 24 മണിക്കൂർ നടക്കുന്നവൻ ആ കരം കൊണ്ട് പിടിപ്പണം വാരിയാലും, ആ കരം കൊണ്ട് കുരിശു ചുമന്നാലും, ആ കരം കൊണ്ട് അനാഥർക്ക് അന്നദാനം ചെയ്താലും അവനിൽ നിറഞ്ഞു നിൽക്കുന്ന പാപം ഒരിക്കലും മായ്ക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ചെയ്തു കൂട്ടിയ പാപത്തിന് പാർട്ടിയുടെയും പണത്തിന്റെയും പിൻബലം കൊണ്ട് ഈ ലോകത്തിന്റെ കോടതിയുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ആയാറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. സ്നേഹിത, അവിടെ നിന്ന് നിനക്ക് രക്ഷ വേണമെങ്കിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ 33 തിരുവയസ്സിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പിശാചിന്റെ വലിയ കാൽവരിയിൽ തകർത്ത് ക്രൂശിന്റെ യോശമം കൊണ്ടാടി നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക് 3-ാം ദിവസം ഞാനിതിനെ പണിയുമെന്ന് പറഞ്ഞ നസ്രീനായ യേശു ക്രിസ്തു കല്ലറ തുറന്ന് പുറത്തു വന്നു. സകലരുണ്ടാകുന്ന സ്വർഗ്ഗാരോഹണം ചെയ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പുസ്തകം പറയുന്നു, യേശുവിന്റെ രക്തം പറഞ്ഞേ ഒന്നിച്ച് പറ, ദേശത്ത് അന്തരീക്ഷത്തിൽ ഉയരട്ടെ. യേശുവിന്റെ രക്തം സകല പാപവും മാറ്റി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ പാപത്തിന്റെ പരിണിത ഫലമാ മദ്യപാനം, പുകവലി, ധാർമ്മികമായ അനുഭവം. മദ്യപിക്കുന്നവർ ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്.
എല്ലാവർക്കും മതഗ്രന്ഥങ്ങളുമുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു അത് നിന്നെ സർപ്പം പോലെ തിരികെ കുത്തും. സ്തോത്രം. സർപ്പവിഷം പോലെ അത് നിന്റെ ഉള്ളിൽ. സ്തോത്രം. അത് പാപമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ അതത് തരം വിത്തെന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഈ അപ്പൻ തലയിൽ തോർത്തിട്ടുണ്ട് ഷാപ്പിൽ പോയിരുന്നു കുടിച്ച മോൻ തലയിൽ ഹെൽമെറ്റും വെച്ചുകൊണ്ടത് കൂടി. ഏതപ്പനാ നിയന്ത്രിക്കാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നിന്നൊരു ചിന്ത ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്നേഹിതരെ, സ്തോത്രം. ചിലരൊരു രസത്തിനു വേണ്ടി തുടങ്ങിയതാണ്, ചിലര് കൂട്ടുകാരുടെ നിർബന്ധത്താൽ എന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ നിയന്ത്രിക്കാൻ പറ്റാതായി. അതുകൊണ്ട് എത്രയെത്രയോ കുടുംബജീവിതങ്ങളാ തകർന്നു പോകുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ശ്രവണ സീമയ്ക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ഇപ്രകാരമുള്ള ഏതെങ്കിലും സ്നേഹിതരുണ്ടെങ്കിൽ രാത്രി വിളിച്ച് പറയാ, സ്നേഹിത, ജന്മം കൊടുത്ത അമ്മയൊന്ന് നോക്കാം, ജന്മം കൊടുത്ത അപ്പനെയൊന്ന് നോക്കാം, നൊന്ത് പ്രസവിച്ച അമ്മയൊന്ന് നോക്കാം. എന്തിനേറെ താങ്കളെ സ്നേഹിച്ച് കൈപിടിച്ച് വലതുകാലി ചവിട്ടി വീട്ടിലേക്ക് കയറി വന്ന ആ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കാം. എത്രയെത്രയോ സഹോദരിമാർ തലമുറകളെ ഓർത്ത് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നെന്നറിയാമോ? കുടുംബജീവിതം തകർന്ന് അനേക മാതാപിതാക്കൾ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കും, ഇവനൊന്നും ഇല്ലാതെയായിരുന്നെങ്കിൽ. നോക്കിക്കേ. സ്തോത്രം. അല്ലേ? എത്രയെത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനൊരു അപ്പന്റെ മകനായി ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് തകർന്ന ഹൃദയത്തോടെ ജീവിക്കുന്നു. സ്നേഹിതരെ, ഒരു രസത്തിന് തുടങ്ങിയതാ, നിർബന്ധത്താൽ തുടങ്ങിയതാ. എന്നാൽ മുഴുമദ്യപാനികളായി കേരളത്തിന്റെ മണ്ണിൽ കോടിക്കണക്കിന് പേര്, അല്ല ഭാരതത്തിന്റെ മണ്ണിൽ കോടിക്കണക്കിന് ജനം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു. അതുകൊണ്ട് എന്താ ഇന്ന് മയക്കുമരുന്നിന്, സ്തോത്രം, അല്ലെ ഒരു കാലത്ത് മദ്യപാനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്, അല്ലേ? പണ്ടൊക്കെ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ ഉടുത്ത മുണ്ടൊക്കെ ഉയർത്തി ഉടുത്ത, തലയിലൊക്കെ ചോർത്തൊക്കെ ചുറ്റി, കൊമ്പം മീശയൊക്കെ പിരിച്ച് റോഡിന് വീതി കൂട്ടി വരുന്ന ആളിനെയാണ് നമ്മൾ മദ്യപാനികളെന്ന് വിളിച്ചിരുന്നത്. ഇന്ന് കോളേജ് ക്യാമ്പസുകളും സ്കൂളുകളുടെ വരാന്തകളുമെല്ലാം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വിൽപ്പനശാലകളായി മാറി. 7ാം ക്ലാസ് നോക്കിക്കേ. സ്തോത്രം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള്, സ്തോത്രം, മയക്കുമരുന്ന് വിൽക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യപിച്ച് ക്ലാസ് മുറിയിൽ ഹല്ലേലൂയ വശം കെട്ട് വീഴുന്നു. സ്തോത്രം. ഈ യാത്ര എങ്ങോട്ടാ? സ്തോത്രം. കേരളക്കരയിൽ സാത്താന്യ ആരാധന വർദ്ധിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ദൈവമക്കൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക. എന്നെയും നിങ്ങളെയും അവിടെ ദൈവമാക്കിയതിന്റെ പിന്നിൽ, സ്തോത്രം, ദേശത്ത് മതിൽ കെട്ടി ഇടിവിൽ നിന്ന് കരയാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ഒരുത്തനെയും കണ്ടെത്തിയില്ല. നിങ്ങൾ വീട്ടിൽ പോയി ഇരമ്യാ പ്രവചനം 9ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തെ മ്ലേച്ഛത കണ്ട് കരയുന്നവരുടെ നെറ്റിമേൽ തമ്പുരാൻ പറഞ്ഞു, ഒരു ദൂതനെ വിട്ടിട്ട് പറഞ്ഞു, ഒരു മഷിക്കുപ്പിയുമായി പോ. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നവന്റെ നെറ്റിമേൽ ഒരടയാളം വെക്കണം. അടുത്തത് പുറകെ ഒരു ദൂതനെ പറഞ്ഞു വിടുകയാ. സ്തോത്രം. അവനോട് പറഞ്ഞു സകലത്തെയും വെട്ടാൻ പറഞ്ഞു. സ്തോത്രം. എന്താ കണ്ടത്? നെറ്റിമേൽ അടയാളമുള്ള ഒരൊറ്റ എണ്ണത്തിന് തൊട്ടുപോകരുതെന്ന് ഇടിവിൽ നിന്ന് കരയുന്ന ഭക്തന്മാരോട് പറയാം, നിങ്ങളെ സംരക്ഷണ വലയത്തിനകത്ത് ഒളിപ്പിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ സ്ഥലം ഹല്ലേലൂയ കടമെടുത്ത് ഈ മണ്ണിനകത്ത് അനേകരെ വിളിച്ചു വരുത്തി കസേരയൊക്കെ കൂലി കൊടുത്ത് കൊണ്ടിട്ട് ഈ ദേശത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ, സ്നേഹിതരെ, പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടാന്ന് ചിന്തിക്കരുത്, പണം ഒരുപാട് വരുന്നത് കൊണ്ടാന്ന് ചിന്തിക്കരുത്. ഇത് പണം വരികയല്ല, പണം കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളോ. ഇത് ഞാനും ചെയ്യുന്ന ഒരു കാര്യമോ. ഈ രാത്രി വിളിച്ചു പറയും, എന്തിനാ ഇങ്ങനെ ഒരാത്മാവിന്റെ വില മുഴുവത്തേക്കാളിലുമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് എന്ന് പറയുന്നവർക്ക് പലർക്കും ഒരു ആത്മാവിന്റെ, പക്ഷെ പിശാചിനറിയാം കേട്ടോ, പിശാചിനറിയാം. ഒരിക്കൽ അവൻ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഈ ദൈവത്തിനാണെങ്കിൽ താഴോട്ട് ചാടാൻ പറഞ്ഞു. കല്ല് അപ്പൊ യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോ പറഞ്ഞു, ഇവൻ എന്റെ സ്വർഗം സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് വെച്ചങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. പ്രിയപുത്രനാണെന്ന് പറഞ്ഞില്ലേ? പുത്രനാണെങ്കിൽ, ഈ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ കല്ലെന്നാ
ഇവിടെ മല തന്നെ അപ്പമാക്കാൻ കഴിവുള്ള തമ്പുരാന്റെ അടുക്ക ചെന്ന് കല്ല അപ്പമാക്കാൻ. ഒടുവിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുഴു ലോകവും എന്റെ അധീനതയിൽ കിടക്കുകയാണ്, ഒന്ന് വീണാ ഇത് മുഴുവൻ തരാമെന്ന്. അത് ഞാനത് വായിച്ചപ്പോ ഭയപ്പെട്ടു പക്ഷേ, കാരണം മുഴു ലോകത്തെ ചപ്പും ചവറുമെന്ന് വേണ്ട ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി, ഒരാളെ മുട്ടുകുത്തിക്കാൻ, ഒരുവനെ മുട്ടുകുത്തിക്കുവാൻ മുഴു ലോകം തരാൻ സാത്താൻ തയ്യാറാണെങ്കിൽ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞേ, ഓ മുഴു ലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവിന്റെ വില. ഇന്ന് രാത്രി എത്ര പേരത് ഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. തിമായിയുടെ മകനായ ബർത്തിമായി എന്ന ഭിക്ഷക്കാരന്റെ ആത്മാവിനെയും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. ഗദരദേശത്തെ 6000 ഭൂതം ബാധിച്ച് ഭ്രാന്തനായി നടന്ന ഭൂതഗ്രസ്തന്റെ ആത്മാവിന് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ശമരിയയിലെ സ്തോത്രം വ്യഭിചാരിയായ സ്ത്രീയുടെ ആത്മാവും നഷ്ടപ്പെടാൻ യേശു അനുവദിച്ചില്ല. എത്ര പേരത് ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കണ്ണുപൊട്ടനായാലും കേൾക്കാത്തവനായാലും കുഷ്ഠരോഗിയായാലും ഭിക്ഷക്കാരനാണേലും ആർക്കും വേണ്ടാതെ സമൂഹം ചവിട്ടിക്കളഞ്ഞവനാണേലും യേശു ചേർത്ത് പിടിച്ചിട്ട് പറയും, കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഇന്ന് രാത്രി സ്നേഹിത, നീ അനാഥനല്ല, നീ അനാഥനല്ല. നിന്നെ ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്റെ മനസ്സിലെ ഭാരമറിയുന്ന ഒരു സാക്ഷാൽ ദൈവമുണ്ട്. അവൻ നിന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയും, കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമോ, നിന്റെ പാപത്തെ ക്ഷമിച്ച് പാപിയായ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു ഒറ്റ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ആ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഒന്ന് വിശ്വസിച്ചേ. വിശ്വാസമൊന്നും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം. നമ്മുടെ നടുവിൽ ആ കർത്താവുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 87 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. ഈ അടുത്ത സമയത്ത് അമ്മയുടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട്, ഈ അടുത്ത സമയത്ത് എന്റെ അമ്മയ്ക്ക് കണ്ണിന് അതികഠിനമായ വേദനയുണ്ട്. വേദന വളരെ കൂടി. അമ്മ പ്രായമല്പമുണ്ടെങ്കിലും വളരെ ആരോഗ്യവതിയ, മറ്റു രോഗങ്ങളൊന്നുമില്ല. കണ്ണിന്റെ വേദന ഫ്രിഡ്ജിൽ ചെന്ന് തണുത്ത വെള്ളമൊക്കെ എടുത്തൊഴിച്ച് ഐസൊക്കെ വെച്ചൊക്കെ ഇരുന്നു. ആഴ്ചകൾ പലത് കഴിഞ്ഞപ്പോൾ വേദന അസഹ്യമായി. കണ്ണിന്റെ ഈ ഭാഗങ്ങളൊക്കെ നീർക്കെട്ടായി, നരമ്പുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. കഴുത്തിന്റെ ഈ താഴെ ഭാഗത്ത് മുഴ പോലെ വന്നു. സ്തോത്രം. വളരെ അസ്വസ്ഥത ഉണ്ടായപ്പോൾ അമ്മ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി. സ്തോത്രം. 1.5 മാസം എടുത്ത് ചികിത്സ ചെയ്തു. ഒടുവിൽ കണ്ണിൽ പ്രഷർ കൂടി ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു. അതിനുശേഷം യാതൊരു വേദനയ്ക്കും കൂടെ 4 ദിവസം 5 ദിവസമൊക്കെ കൊണ്ടുപോകും, അടുപ്പിച്ച് കൊണ്ടുപോവാ. ആഴ്ചയിൽ 4 ദിവസം കൊണ്ടുപോകും സ്ഥിരമായി. അരമണിക്കൂർ 1 മണിക്കൂറും ഒക്കെ ഇടപെട്ട് കണ്ണിനകത്ത് മരുന്ന് കൊടുക്കും. മരുന്നൊഴിക്കാൻ കൊടുക്കാൻ മാത്രമല്ല, പെയിൻ കില്ലറൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വേദന കൂടി. ഒടുവിൽ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വൊമിറ്റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മഴ ഇങ്ങനെ വന്നു, നരമ്പുകളൊക്കെ എഴുതി നിന്നു, തലയ്ക്ക് അതികഠിനമായ പെരുപ്പും വേദനയും. ഒരു തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇനിയും ബുധനാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടതാ. പക്ഷേ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരെ വന്നത് എങ്ങനെയാണെന്നറിയില്ല. ഞങ്ങളെ കൊണ്ട് മരുന്നൊഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. കോട്ടനും ഗോസും കൂടെ ചേർത്ത് ഇങ്ങനെ പാടിക്കോലാക്കി ഇവിടെ വെച്ചിരിക്കുക, പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുക. അതിങ്ങനെ മഞ്ഞിച്ചിരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു മരുന്നിന്റെയാണ്. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അതുവരെ നിൽക്കാൻ പറ്റുന്നില്ല. രാത്രി മുഴുവനും വേദന കൊണ്ട് വിടഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തു. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർക്കെതിരെയുള്ള കസേരയിലിരുന്നു. ഞാനും ഇവിടെ ഇരുന്നു. ഒരു ഹൈന്ദവ സഹോദരൻ ഞങ്ങളുടെ അടുത്തുള്ള, വളരെ ഞങ്ങളെല്ലാവരും നല്ല മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരാ. അദ്ദേഹവുമുണ്ട്. അദ്ദേഹം വാഹനം ഓടിച്ചു. അദ്ദേഹമാണ് അടുത്ത് നിൽക്കുന്നത്. സ്തോത്രം. എന്റെ സ്നേഹിത കൂടുണ്ട്. ആ പ്ലാസ്റ്റർ ഡോക്ടർ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒരു നിമിഷം ഞങ്ങൾ ഞെട്ടിപ്പോയി. കൃഷ്ണമണി ഏതാ, മറ്റു ഭാഗങ്ങൾ ഏതാന്ന് കാണാൻ വയ്യാത്ത രീതിയിൽ
അമ്മയുടെ കണ്ണ് മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ പഴുത്തു. അതുപോലെ ഒട്ടിച്ചു വെച്ചു. അമ്മയെ അടുത്ത വെഞ്ചയിലോട്ട് അവിടെ കിടത്തി. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അമ്മയെ കൊണ്ടുപോകണം. അമ്മയുടെ വലത്തെ കണ്ണ് മുഴുവൻ പഴുത്തുപോയി, നരമ്പിൽ പഴുപ്പ് കയറി, വേഗം തന്നെ കൊണ്ടുപോകണം. എന്നാൽ അന്ന് വൈകിട്ട് 5:30 മണി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഒടുവിൽ ആ ഡോക്ടർ തന്നെ വിളിച്ച് ട്രിവാൻഡ്രത്തെ മറ്റൊരു ഡോക്ടറെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന് ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിറങ്ങാമുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് രാത്രി വീട്ടിൽ വന്നു. എന്റെ അമ്മ കിടക്കയിൽ കിടക്കുകയാണ്. അതികഠിന വേദന, സംസാരിച്ചാൽ പുറത്തോട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ചെവി ചേർത്ത് പിടിക്കണം. ഞാൻ മാനസികമായി വളരെ തകർന്നു. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മകളാണ്, ഞങ്ങൾ 8 മക്കൾ, 8ാമത്തെ ഞാൻ ആകെ മാനസികമായി തകർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പൂർണ്ണ ആരോഗ്യവതിയായി നടന്ന എന്റെ അമ്മ പെട്ടെന്നുണ്ടായ അസ്വസ്ഥത വല്ലാതെ ഞങ്ങളെ വേദനിപ്പിച്ചു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാനും ഒരു നേഴ്സാണ്, ഒത്തിരി പേഷ്യൻസിനെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ അമ്മയെ സ്തോത്രം. ഞാൻ മാനസികമായി തകർന്നു. അമ്മയൊന്നും വെള്ളം പോലും ഇറക്കുന്നില്ല. ഞാൻ അങ്ങനെ രാത്രി ഒരു 10:15 അമ്മയുടെ റൂമിൽ വന്ന് തലയിൽ ഇതുപോലെ ഷാളിട്ട് അമ്മയുടെ അടുത്ത് വന്ന് മുട്ടുമടക്കി. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, കണ്ണെടുത്ത് കളയാനാണ്, അമ്മയോട് അറിയിക്കരുത്, പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ശരീരത്തോട് ഇങ്ങനെ കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, അമ്മ നാളെ രാവിലെ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോകും. എന്തിനാ പോകുന്നതെന്നറിയാമോ? അമ്മ പറഞ്ഞറിയാം. തെയ്യപ്പറ ചെവി ചേർത്ത് പിടിക്കണം കേൾക്കണമെങ്കിൽ. ഞാൻ ചോദിച്ചു എന്തിനാ? അമ്മ പറഞ്ഞു, ഇതിനേക്കാട്ടി നല്ല ഡോക്ടർ അവിടെ ഉണ്ട്, കാണിക്കാൻ പോവാ. ഞാൻ തുറന്നു പറഞ്ഞു, അമ്മ അല്ല, അമ്മയുടെ വലത്തെ കണ്ണെടുത്ത് കളയാനാ പോകുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പി കരയുന്നത് പോലെ എന്റെ അമ്മ കരഞ്ഞു. എനിക്ക് പ്രായമുള്ള മാതാപിതാക്കളെ ഒത്തിരി ഇഷ്ടമാണ്. വളരെ തിരക്കുള്ള യാത്രകളും ശുശ്രൂഷകളും ഉണ്ടെങ്കിലും സ്തോത്രം, ഞാൻ എല്ലാ മാസവും ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്തീയ സ്ഥാപനങ്ങളും നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകളിൽ ഞാൻ പോകാറുണ്ട്. അവിടെ ചെന്ന് മാതാപിതാക്കളെ അവരെ കുളിപ്പിക്കും, അവരെ ഡ്രസ്സ് ഇളക്കി കൊടുക്കും, സ്തോത്രം, അവർക്ക് ആഹാരം വാരി വെച്ച് കൊടുക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം മക്കൾ പൈലറ്റായിട്ട് വരെയുള്ളവരുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഓൾഡ് ഏജ് ഹോമിൽ കിടക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ ഞാൻ പോകും. അങ്ങനെയെങ്കിൽ എന്റെ അമ്മയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞാൻ വളരെ മാനസികമായിട്ട് തകർന്നുപോയി. സ്തോത്രം. ഞാൻ അമ്മ വിതുമ്പിക്കരയുന്നത് കണ്ടപ്പോൾ അത് കാണാൻ കഴിയാതെ ഞാൻ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ എന്റെ വലത്തെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം ഞാനും നിന്നോടൊപ്പം വിശ്വസിക്കുന്നു. ആ യേശു അത്ഭുതം ചെയ്യും. 87 വയസ്സുള്ള ഒരു അമ്മയുടെ വിശ്വാസമാ. സ്തോത്രം. രാമനാമം മാത്രം ജപിക്കുന്ന ഒരു അമ്മയുടെ വിശ്വാസം എന്റെ യേശു കണ്ടു. സ്തോത്രം പറയാൻ എന്നാ മടിയാ, അതരം തുറക്കാൻ എന്നാ മടിയാ. കർത്താവ് ജീവൻ തന്നതോർത്താൽ ജീവിപ്പിച്ചു വിടുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടില്ലെങ്കിൽ ഇന്നലകൾ ചെയ്ത വിടുതലോർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? സ്തോത്രം. എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ നന്ദി ചൊല്ലാതിരിക്കാൻ കഴിയും? പ്രിയരെ, സ്തോത്രം. അമ്മ പറഞ്ഞു, മോനെ, നിനക്ക് ഉറക്കം വരുന്നിടം വരെ നിന്റെ വലത്തെ കൈയെടുത്ത് എന്റെ കണ്ണെ വെച്ചൊന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം. ഞാൻ പറഞ്ഞു, പറ്റും അമ്മ. അമ്മ പറഞ്ഞു, വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുമടക്കി തലയിൽ ഒരു ഷാൾ എടുത്ത് കെട്ടി വലത്തെ കൈയെടുത്ത് അമ്മയുടെ കണ്ണയിലോട്ട് വെച്ചു. സ്തോത്രം, 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 സ്തോത്രം. പലപ്പോഴും ആരാധിക്കുന്നവരെ കാണുമ്പോൾ ലോകം പരിഹസിക്കും. സ്തോത്രം പറയുന്നവനെ കാണുമ്പോൾ ലോകം പരിഹസിക്കും. പക്ഷെ പുസ്തകം പറയുന്ന ആത്മപൂർണ്ണം ഭ്രാന്തനാ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അവനെ ഒതുക്കാൻ കഴിയത്തില്ല. ചങ്ങലകൾക്ക് അവനെ ഒതുക്കാൻ കഴിയത്തില്ല. ഇരുമ്പ് വാതിലവനെ ഒതുക്കാൻ കഴിയത്തില്ല. പ്രിയരെ, ഹല്ലേലൂയ. ആരാധിക്കുന്നവൻ ആരാണെന്നൊരു മനോബോധം അകത്തുണ്ടെങ്കിൽ ആരാധനയുടെ ശക്തി വർദ്ധിക്കും. ജീവിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്നവനെന്ന് ഉറപ്പകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവമോ, അവൻ അടയാളങ്ങളുടെ ദൈവമോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ശക്തി വ്യാപരിക്കും. ഒറ്റ രാത്രി കൊണ്ട് രാഷ്ട്രം പിറന്നെങ്കിൽ, ഒറ്റ അധ്യായം കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ പേര് മാറിയെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങിയ വടി തളുത്തുപൂത്ത് ബദാം ഫലം കാഴ്ചെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു.
ആ ദൈവശക്തി ഈ കസേരയിൽ മാത്രമല്ല, ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ ശ്രദ്ധിക്കുന്നവരുടെ മേലും വ്യാപരിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിൽ വിടുതലായി തീരും സ്നേഹിതരെ. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സൗഖ്യമായി മാറും. നിങ്ങളുടെ തലമുറകൾക്ക് അത് വിടുതലായി തീരും. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ അത് അറുതി വരുത്തും. നീ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാനല്ല, നീ ഒരു സംഘടന നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് മാറാനല്ല, മറിച്ച് നീ ഹൃദയപാഠം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്താൽ നിന്നെ ആകമാനം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. സ്തോത്രം പറയാൻ തുടങ്ങി. വിടിവിക്കണമേ, സൗഖ്യമാക്കണേ ഇപ്പോൾ തന്നെ. ഒരു ശാസനയും സ്തോത്രം മാത്രം. സിംഹത്തിന്റെ വായി അടച്ചവൻ, തീയുടെ ബലത്തെ കെടുത്തിയവൻ, പൊട്ടക്കുഴിയിൽ നിന്ന് കരയേറ്റിക്കൊണ്ടുവരുന്നവൻ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കും. ഞാൻ ഈ കഴിഞ്ഞ 40 ദിവസം ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞെ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കും. സംശയമുണ്ടോ? ഒരുത്തം വെള്ളത്തിൽ ഇങ്ങോട്ട് കയറി വന്നാൽ അവൻ നടന്നു പോയത് എവിടാന്ന് നമുക്ക് അറിയാൻ പറ്റും. ആത്മാവിനാൽ നിറയപ്പെട്ടവൻ ഒരു ദേശത്ത് കാലെടുത്ത് ചവിട്ടിയാൽ, വിശ്വസിക്കുന്നുണ്ടോ? ആത്മാവിനാൽ ജനിച്ചവൻ ഒരു ദേശത്ത് കാലെടുത്ത് വെച്ചാൽ, അല്ലേ ഒരു കുടുംബത്തിൽ കാലെടുത്ത് വെച്ചാൽ ആ കുടുംബത്തെ അന്ധകാര ശക്തി മാറും. ശാപത്തിന്റെ പോരുകൾ മാറും. പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞുകൾ ആത്മാവിന്റെ കൃപ നീ പ്രാപിക്കും. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. അല്ലിയിലെ രജിസ്റ്ററിൽ പേരുണ്ടായിട്ടല്ല കാര്യം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം. ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പേജുകൾ മറിക്കുന്നത് പോലെ നാളിതുവരെ ദൈവം ചെയ്ത നന്മകളെ കണ്ണുനീരോട് ഓർത്തു. പ്രിയരെ, ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ലോകം കൈവിടുമ്പോ ഈ ഷെയ്പ്പൊന്നുമല്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് കൈവിടുമ്പോ സമൃദ്ധമായ മുടി മുഴുവനും കൊഴിഞ്ഞ്, പിരിയമൊക്കെ കൊഴിഞ്ഞ്, വായുവസ്ഥയ്ക്ക് കോടി, നാക്കതാണ് സംസാരശേഷി നഷ്ടപ്പെട്ട്, പോളിയോ വന്ന, അല്ലെ നിങ്ങളുടെ ആമവാദം വന്ന പോലെ കൈയും കാലും ഒക്കെ വിരൂപമായി, സ്തോത്രം, പോളിയോ വന്ന പോലെ കാലും കൈ ശോഷിച്ച് ഉച്ചി മുതൽ പാദം വരെ പപ്പടം തിളച്ച വെളിച്ചത്തിനകത്തോടിടുമ്പോൾ കുമളകൾ പോലെ വരുന്ന പോലെ ദേഹം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞ് ശരീര അവയവങ്ങൾ പോലും ഒഴുകി 18 കിലോ പോലും തികച്ചില്ലാത്ത അസ്ഥിപഞ്ജരമായി മാറിയപ്പോൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കെന്നും പറഞ്ഞ് ലോകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിച്ച് എന്നെ പ്രാർത്ഥനയുടെ ശക്തിയാൽ പാവപ്പെട്ട ചില ദൈവദാസന്മാര്, അല്ലെങ്കിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഞങ്ങളുടെ ദേശത്ത്, സുവിശേഷം പറയാൻ ആൾ വരാത്ത ഞങ്ങളുടെ ദേശത്ത്, സുവിശേഷത്തിന് വിരോധമായി ഞങ്ങളുടെ ദേശത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് നാട്ടുകാർ കാഴ്ച കൊടുത്തു, വീട്ടുകാർ കാഴ്ചകളും നേർച്ചകളും കൊടുത്തു, അർപ്പണങ്ങളും തർപ്പണങ്ങളും ചെയ്ത്, അല്ലെ ലോക വൈദ്യന്മാർ ഉപേക്ഷിച്ച് അസ്ഥിപഞ്ജരമായി മരണത്തെ മുഖാമുഖം കണ്ട് ദൈവമേ എന്റെ ജീവനെ എടുക്കണമെന്ന് ഞാനും 87 വയസ്സുള്ള എന്റെ അമ്മ, ഭഗവാനെ ഇതിന്റെ ജീവനം എടുക്കണമേ, ഈ പുഴുത്ത വേദന, ഈ പുഴുത്ത് കിടക്കുന്ന അവസ്ഥ കാണാൻ വസ്ത്രം പോലും ധരിക്കാൻ വയ്യാതെ വ്രണം നിറഞ്ഞ അസ്ഥിപഞ്ജരമായി കിടന്നപ്പോൾ ഇതിന്റെ ജീവനെ എടുക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചവരുടെ നടുവിലേക്ക് ഹല്ലേലൂയ സഞ്ചിയും തൂക്കിയിട്ട് രാഷ്ട്രീയമായി ചില ഉപദേശിമാർ വന്നു. അവര് വന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. കിടക്കയ്ക്ക് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആരാധനയുടെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ സൗഖ്യമാക്കുന്നവന്റെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, മാറ്റം വെച്ചതാണെങ്കിലും ജീവിപ്പിച്ചെഴുന്നേൽപ്പാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്ന് അവിടെ വെളിപ്പെടുത്തിയപ്പോൾ ആരാധനയുടെ നടുവിൽ യേശു ജീവിക്കുന്നെന്ന് പറഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെടുന്ന ആക്കതാണ് പോയത്. ഭാരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചെഴുന്നേറ്റെങ്കിൽ എനിക്ക് പറയാനുണ്ട് എന്റെ യേശുവിനെ കുറിച്ച്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഞങ്ങൾ എല്ലാവരും വീണ്ടും നല്ല സഹകരണമാണ്. ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, ചാർച്ചക്കാർ, ബന്ധുമിത്രം, വലിയൊരു കുടുംബമാണ് ഞങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചത് കൊണ്ട് ഞങ്ങൾ അവരെ ആരെയും തള്ളിക്കളഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടുകാർ, വീട്ടുകാർ, സ്വന്തക്കാർ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവരുമായിട്ട് നല്ല സഹകരണം. പക്ഷേ അവരുടെ എല്ലാവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് മരണത്തെ മുഖാമുഖം കണ്ട് എന്നെ യേശു ജീവിപ്പിച്ചു. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ കിടക്കയിൽ അമ്മ കിടക്കും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓരോ നമ്മൾ എത്ര സ്മരണയുടെ കല്ലുകൾ നാട്ടിയിട്ടുണ്ട്, എത്ര വിടുതലുകൾ ദൈവം ചെയ്തിട്ടുണ്ട്. നന്ദി കരയേറ്റാൻ പറ്റുമോ? ചിലർ പറയാണ്ട് എന്റെ അപ്പൻ ഈ രോഗമാ,
വല്യപ്പൻ ഈ രോഗം, ഇത് എന്നെ കൊണ്ട് യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവരുടെ ദൂതൻ. പാരമ്പര്യ രോഗത്തിന് നിന്റെ മേൽ സ്ഥാനമില്ല എന്ന് വിശ്വസിച്ച് ആമേൻ പറ. ആമേൻ പറഞ്ഞ് ദൂത് വെച്ചെടുക്ക. പാരമ്പര്യ ശക്തികൾക്കോ പാരമ്പര്യ രോഗത്തിനോ പൈശാചിക മണ്ഡലങ്ങൾക്കോ നിന്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. അതിന് ഞാൻ ദൈവം എന്നോട് പറഞ്ഞ ഒരു ദൂതുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുഞ്ഞെ, എല്ലാവരും പോയ പോലല്ല പത്മോസി യോഹന്നാൻ പോയത്. ഒന്ന് വിശ്വസിച്ചേ. പലരും പല കാരണത്താ പത്മോസി കയറി. യോഹന്നാനെ നിന്നെ ഇതിനകത്തൂടെ കടത്തിവിട്ടത് എല്ലാവരും പോയ പോലല്ല യോഹന്നാൻ പത്മോസിൽ പോയത്. വിശ്വസിച്ചേ, വിശ്വസിച്ചേ. നീ പോകുന്ന ചില കഷ്ടങ്ങളുണ്ടല്ലോ, ഇന്ന് നീ കടന്നു പോകുന്ന ചില വേദനകളുണ്ടല്ലോ, ഇന്ന് നീ കടന്നു പോകുന്ന ചില ഒറ്റപ്പെടലുകളുണ്ടല്ലോ, ഇന്ന് നീ കടന്നു പോകുന്ന ചില പരാജയത്തിൽ കൂടെ നീ കടന്നു പോകുമ്പോ രാത്രിയിൽ വിളിച്ചു പറയട്ടെ, സ്നേഹിതരെ, ഇത് നിന്നെ തകർക്കാനല്ല, ഇത് നിന്നെ മുടിച്ചു കളയാനല്ല, ഇത് നിന്നെ ഇല്ലാതാക്കാനല്ല, ഇത് നിന്നെ പണിയാനാ. എന്നോട് നമ്പരം പറഞ്ഞു, കുഞ്ഞെ എല്ലാരും പോയ പോലല്ല പത്മോസി യോഹന്നാൻ പോയത്. ഒന്ന് വിശ്വസിച്ച്. പലരും പല കാരണത്താ പത്മോസി പോയി, പക്ഷെ അതുപോലല്ല നീ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അവരാരും പത്മോസിന്ന് കേറി വന്നിട്ടില്ല, പക്ഷെ നീ കേറി വരും. വിശ്വസിക്കേ. ആ പ്രശ്നത്തിനകത്തുനിന്ന് നീ കേറി വരും. ഈ പ്രതിസന്ധിക്കകത്തും നീ കയറി വരും. ഈ വിഷയത്തിനകത്തും സ്നേഹിത നീ പുറത്തു വരും. നീ നഗപ്പെട്ടിരിക്കുന്ന കടഭാരമുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ടോ, നീ ഇതിനകത്തെ അതിജീവിക്കും. ഇതിനെ നീ ഓവർകം ചെയ്യും. ഒന്ന് ആമേൻ പറ. അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. ആമേൻ എന്ന വാക്കിനർത്ഥം അത് അങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. നീ വെറുതെ കയറി വരത്തില്ല. ഹല്ലേലൂയ. സഭകൾക്കുള്ള ദൂതുമായി, ഒന്നുകൂടി പറഞ്ഞാൽ ഹല്ലേലൂയ, അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാടുമായി നീ പുറത്തു വരും. ഈ പ്രശ്നത്തിനകത്ത് നിന്നെ കയറ്റിയതിന്റെ പിന്നിൽ അല്ല വരുന്ന തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വെളിപ്പാടുകളെ നിന്റെ നാവിൽ ദൈവം തരും, നിന്റെ കരങ്ങളിൽ ദൈവം തരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരം തട്ടിയ ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ അതിനെ അതിജീവിക്കും. ഓ ജീസസ്. വിശ്വസിച്ചാൽ മഹത്വം കാണും. വിശ്വസിച്ചാൽ മഹത്വം കാണും. വിശ്വസിച്ചാൽ മഹത്വം കാണും. സ്തോത്രം, സ്തോത്രം. രാത്രി വിളിച്ചു പറയട്ടെ, രാത്രി മൊത്തം സ്തോത്രം. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഇസ്രായേൽ ജനം പോകണം. അയ്യോ, 10 ബാധകളുടെ നടുവിൽ ദൈവം അവരെ വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരെണ്ണം പോലും അവരെ എന്ത് ചെയ്തില്ല, പറഞ്ഞേ തൊട്ടില്ല. അവർക്കറിയത്തില്ലെങ്കിൽ ഈച്ചയ്ക്കും തവളയ്ക്കും ഒക്കെ അറിയാറുണ്ട്. മനസ്സിലായില്ലല്ലേ? ഗോശൻ ദേശത്ത് ഈച്ച കയറിയില്ല, അപ്പുറത്ത് കയറാ ഇപ്പുറത്ത് കയറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലിനെ വിഭാഗിച്ചു, മാറയെ മധുരമാക്കി, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം തന്നു, പകൽ മേഘസ്തംഭമായി നിന്നു, രാത്രി അഗ്നിത്തൂണായി നിന്നു. 1 വയസ്സിൽ കുഞ്ഞിനിട്ട് കൊടുത്ത് ഉടുപ്പ് 40ാമത്തെ വയസ്സിൽ വിട്ടു. കൊച്ചു വളരാഞ്ഞിട്ടല്ല, ഉടുപ്പ് വളർന്ന 1 വയസ്സിൽ അവനിട്ട് കൊടുത്ത ചെരുപ്പ് 40ാമത്തെ വയസ്സിലും അവനിട്ടു. കാല് വളരാഞ്ഞിട്ടല്ല, ചെരുപ്പ് വളർന്നു. ഇതുപോലെ ഭദ്രമായി തന്റെ കരവലയത്തിൽ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ദൈവം സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ആരാധിക്കാതിരിക്കാൻ കഴിയുമോ? ക്രിസ്ത്യാനിയെ, നിന്റെ തലമുറയെ ഓർത്ത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്ത നന്മകളെ ഓർത്തോ എന്നെ സ്തുതിക്കാൻ എന്തും മാത്രമുണ്ട്. പരപ്രേരണയോ ദൈവത്തെ സ്തുതിക്കാനല്ല. സ്തോത്രം. മുഖ്യമായ കൽപ്പന ഏതാണ്? പുതിയ നിയമത്തിൽ ചോദിക്കുമ്പോ പറയാം മുഖ്യ കൽപ്പന. സ്തോത്രം. മുഖ്യമായത് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നിന്റെ ദൈവത്തെ സ്നേഹിക്കണമെന്ന്, ആരാധിക്കണമെന്ന്. അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. സ്തോത്രം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ വിടുവിക്കപ്പെട്ടു, എന്റെ സ്നേഹിതൻ പരാജയപ്പെടാൻ അനുവദിക്കൽ, അവനെ കരം പിടിച്ചുയർത്തണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ എണ്ണി അങ്ങോട്ട് സ്തുതിച്ചു. ദൈവം ചെയ്ത ഓരോ നന്മകളും അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അറിയാതെ എന്റെ കണ്ണുനീർ ചാലുകൾ ഒഴുകി. സ്തോത്രം. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, രാത്രി 10:30 മുതൽ വെളുപ്പിനെ 3:15 വരെ മുട്ടയിൽ നിന്ന് സ്തോത്രം മാത്രം പറഞ്ഞു. മഞ്ഞപ്പൊടി വാരിയിട്ടതുപോലെ കൃഷ്ണമണിയത മറ്റു ഭാഗങ്ങളെ കാണാൻ വയ്യാത്ത രീതിയിൽ കണ്ണ് പഴുത്തളിഞ്ഞിരുന്ന അമ്മ. സ്തോത്രം. മാസങ്ങളായി ഉറങ്ങിയിട്ട്
അതികഠിനമായ വേദന കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അല്ലെ വായിക്കൂടെ ശ്വാസം ഇങ്ങനെ വായിക്കൂടെ എടുക്കുന്ന അത്രയ്ക്ക് അസഹ്യമായ വേദന അല്ലെങ്കിൽ മൊത്തം നീർക്കെട്ടായിട്ടിരിക്കുന്ന അമ്മ രാത്രി ഞാൻ ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴോ ശാന്തമായി ഉറങ്ങി. സ്തോത്രം. വെളുപ്പിനെ 3:15 എന്റെ മുട്ടൊക്കെ മണ്ണ് പോലെ മുഴങ്കാലിൽ നിന്നതാ. സ്തോത്രം. 3:15 തലയിൽ കെട്ടിയിരുന്ന ഷാള് നിലത്തോട്ടിട്ട് അവിടെ കിടന്നു. സ്തോത്രം. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. 5 മണിയായപ്പോ സെൽഫോൺ റിങ് ചെയ്തു. ആ സഹോദരനാ, അദ്ദേഹം വന്ന് വിളിച്ചു, കുഞ്ഞെ എഴുന്നേറ്റില്ലേ, നിങ്ങൾ ലൈറ്റ് ഇട്ടില്ലേ, ഗേറ്റ് തുറന്നില്ലേ? ഞാൻ വന്നു. സ്തോത്രം. അല്ലേ ട്രിവാൻഡ്രത്ത് പോകണ്ടായോ? ഞാൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അമ്മയെ തട്ടി വിളിച്ചിട്ടുണ്ട്. അമ്മ അല്ലെ സാരി ഒന്നും ഉടുക്കാൻ സമയമില്ല, വേഗം ഒരു നൈറ്റി ഷാള് വിട്ടാൽ മതി, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. അമ്മ സ്തോത്രം എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഇല്ല മോനെ സ്തോത്രം, നീ ഇതൊന്ന് പ്ലാസ്റ്റർ ഒന്നും എടുത്തേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, അയ്യോ എടുക്കത്തില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട് പ്രാർത്ഥിക്കുന്നത്. രാത്രി മൊത്തം സ്തോത്രം പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഡോക്ടർ എടുക്കും. അമ്മ പറഞ്ഞു, ഒരു തിരുവനന്തപുരത്തും പോകുന്നില്ല. സ്തോത്രം. അല്ലല്ല, ആ കൊച്ചനെ പറഞ്ഞു വീട്ടിൽ വിട. സ്തോത്രം. ശബ്ദത്തിൽ ഒരു മാറ്റം. ചെവി ചേർത്ത് പിടിച്ചാൽ മാത്രം കേൾക്കുന്ന ശബ്ദത്തിലുള്ള അമ്മ നന്നായി ശബ്ദത്തിൽ പറഞ്ഞു, മോനെ ഇന്നലെ രാത്രി നീ സ്തോത്ര സ്തോത്ര സ്തോത്രം എന്ന് പറയുമ്പോൾ ഒരൈസ് എടുത്ത് കണ്ണയിലോട്ട് വെക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അല്ലെങ്കിൽ എന്റെ കണ്ണിന് വിടുതലായി, നീ ഇതെടുത്ത് കളാം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളാ. പക്ഷേ അല്ലെങ്കിൽ അത് അനേക പേഷ്യൻസിനെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്റെ അമ്മയാ. ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. പഴുത്തളിഞ്ഞിരിക്കുന്ന കണ്ണ്. ഞാൻ പറഞ്ഞു എടുക്കത്തില്ല. ട്രിവാൻഡ്രത്ത് അദ്ദേഹം വെളിയിൽ ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നു. അമ്മ പറഞ്ഞില്ല, നീ എടുത്തില്ല, ഇപ്പൊ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ദൈവമേ പഴുത്തളിഞ്ഞിരിക്കുന്ന കണ്ണാ, ഇതൊന്നിച്ചിങ് ഇളകി പോരുമല്ലോ എന്ന് വിചാരിച്ചേ. അല്ലേ ഞാൻ ആ പ്ലാസ്റ്റിന്റെ അറ്റത്ത് പിടിച്ച് പെയ്യ അങ്ങോട്ട് എടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ പ്ലാസ്റ്റർ അങ്ങോട്ട് എടുത്തപ്പോൾ എന്റെയും നിങ്ങളുടെയും കണ്ണെങ്ങനെ ഇരിക്കുന്നു? അതുപോലെ 87 വയസ്സുള്ള എന്റെ അമ്മയുടെ കണ്ണ്. അല്ല, ആ കണ്ണുകൊണ്ട് ഇന്ന് മനോരമ വായിക്കുന്നത്. ഞാനങ്ങനെ സ്തുതിക്കാതിരിക്കും, ഞാനങ്ങനെ പാടാതിരിക്കും, ഞാനങ്ങനെ ആർക്കാതിരിക്കും. എന്റെ അമ്മ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഞങ്ങളുടെ കുടുംബം എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതല് ഒരു വ്യക്തി പറഞ്ഞിട്ടല്ല, അത് അനുഭവത്തിലൂടെ രുചിച്ചറിഞ്ഞപ്പോൾ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന വേദനകളെ, ആ മുറിവുകളെ കെട്ടാൻ ലോകത്തിലൊരു വൈദ്യനോ ലോകത്തിലൊരു വ്യക്തിക്കോ കഴിയത്തില്ലെന്നാൽ സർവശക്തനായ ദൈവം, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ ദൈവം, ആർക്കും വേണ്ടാത്തവനെ എന്റെ യേശുവിന് വേണം. ചേർത്ത് പിടിക്കുന്ന സ്നേഹം, മാർവോടണയ്ക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് മാറാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹത്താൽ അന്ന് രാത്രി വിടുവിക്കപ്പെട്ട എൻ്റെ അമ്മ ചാടി എഴുന്നേറ്റിട്ട് ആദ്യ സുവിശേഷം കാർ ഓടിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു. തലേ ദിവസം അദ്ദേഹത്തിന്റെ പേര് ഞാനതാ എടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാര്യം ഞാനതാ എടുത്ത് പറഞ്ഞത്. തലേ ദിവസം അത് കണ്ട അദ്ദേഹം നെഞ്ചത്ത് കൈയടിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? എന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. സ്വോത്രം മാത്രം പറഞ്ഞു. ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുക. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, തല കുലുക്കിക്കൊണ്ട് പറഞ്ഞേ, ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞേ. എന്തിനാ അങ്ങനെ പറയുന്നത്? പൂർണ്ണ മനസ്സോടെ വേണം സ്തുതിക്കേ, പൂർണ്ണ ആത്മാവോടെ സ്തുതിക്കേ. ഹല്ലേലൂയ. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനാ. ഈശ്വര ചിന്തയോടെ ദൈവം നിന്നെ സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ ആത്മാവിലെ സത്യത്തിനും ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമേ, വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു കർത്താവിന്റെ അമ്മ മറിയ കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു. അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, മാതാവിന് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. ഇന്ന് രാത്രി സ്തോത്രം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ നിന്ന മാറാം, തലമുറകളുടെ നിന്ന മാറാം, നിന്റെ കുടുംബത്തിന്റെ നിന്ന മാറാം. അല്ലെ, നിന്നെ തല കുനിക്കുമെന്ന് പറയുന്നതിന്റെ നടുവിൽ നിന്റെ ശിരസിനെ ഉയർത്തിപ്പിടിക്കുവാൻ കരുത്തുള്ളവൻ നിന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ ഒന്ന് അനുസരിച്ച്. സ്തോത്രം. എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം. എന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയാമോ? ബാക്കി നാളെ പറയാം.
സ്തോത്രം. അല്ലേല് ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, കൃപ ലഭിച്ചവളെ വന്ദനം. ഇതെന്ത് വന്ദനമാ? സ്വർഗത്തിൽ നിന്നൊരു സഹോദരിക്കൊരു വന്ദനം. ആരാധിച്ചില്ലെങ്കിലും ഞാൻ യേശുവിന്റെ അമ്മ മറിയെ ആദരിക്കുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച നീ ഭാഗ്യവതിയ. ഇത് എലിസബത്ത് പറഞ്ഞ ഒരു ദൂത ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, സ്തോത്രം. പുരോഹിതനായ സെഖര്യാവിന് പോലും വിശ്വസിക്കാൻ കഴിയാതെ വായും പൂട്ടി 4 ചുവരിനകത്തിരിക്കുമ്പോൾ, കാരണം കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിനകത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സെഖര്യാവെന്ന പുരോഹിതൻ, നോക്കിക്കേ, പുരോഹിതൻ കൂറിന്റെ ക്രമപ്രകാരം അകത്തു നിന്ന് ശുശ്രൂഷിക്കുക, ജനമെല്ലാം വെളിയിൽ ഇതുപോലെ പ്രാകാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. സ്വർഗം കീറി മുറിച്ച് ദൂതൻ ഇറങ്ങി വന്നിട്ട് ഒരു ദൂത് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കുന്നു, അവന് യോഹന്നാൻ എന്ന് പേരിടണം, അവൻ കർത്താവിന് വഴിയൊരുങ്ങുന്നവനായി മാറും. എന്നാൽ ഒത്തിരി ചോദ്യങ്ങൾ പുരോഹിതനായ സെഖര്യാവ് ദൂതന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. സ്നേഹിതരെ, ആർക്കും കയറി ചെല്ലാൻ പറ്റാത്ത ആ അകത്ത്, സ്തോത്രം, അതിനകത്ത് നിന്നുകൊണ്ട് ദൂതൻ അവിടെ ഇറങ്ങിച്ചതപ്പോ ദൂതന്റെ മുഖത്ത് നോക്കി ക്വസ്റ്റ്യൻ, ഞാൻ എങ്ങനെ വിശ്വസിക്കും? സാഹചര്യം നോക്കി അങ്ങോട്ട് പറയുക, ഞാനൊരു വൃദ്ധനാ, എന്റെ ഭാര്യ വയസ്സിൽ ചെന്നവളാ, എനിക്കിനി ഒരു ശിശു പിറക്കുമോ? ഇതെല്ലാം ക്വസ്റ്റ്യൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനോട് അങ്ങോട്ട് ചെന്നപ്പോ ദൂതൻ പറഞ്ഞു, ഇത് സംഭവിക്കും, പക്ഷെ വിശ്വസിക്കാത്ത കൊണ്ട് നിന്റെ വായ അടഞ്ഞു പോകും. ശുശ്രൂഷാകാലം കഴിഞ്ഞു, വായും പൂട്ടി 4 ചുവരിനകത്ത്, സ്തോത്രം, പുരോഹിതനായ സെഖര്യാവ് അവിടെ ഇരിക്കുമ്പോൾ, ലൂക്കോസ് 1 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അതേ ഗബ്രിയേൽ ദൂതൻ 6 മാസം കഴിഞ്ഞപ്പോൾ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ചെന്നു. അവിടെ ചെന്നിട്ട് മറിയെ വന്ദനം ചൊല്ലി. ഇതെന്തോന്ന് വന്ദനമാ? അവളോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചു സ്വർഗത്തിൽ നിന്ന് മറിയയ്ക്ക്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. പുരോഹിതനായ സെഖര്യാവ് ചോദിച്ചു, ഞാൻ വൃദ്ധനാ, ഭാര്യ വയസ്സിൽ എന്നവളാ, എങ്ങനെ സംഭവിക്കും? ഭാര്യ കൂട്ടത്തിലുള്ള ഒരു പുരോഹിതന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന്. എന്നാ പുരുഷനെ അറിയാത്ത മറിയ പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ നസ്രയനായ യേശു എന്ന പേരിൽ അറിയപ്പെടും. യേശു ക്രിസ്തു, ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ക്രിസ്തു അകത്ത് ഉരുവായി. സ്തോത്രം. 6 മാസം കൊണ്ട് 4 ചുവരിനകത്ത് വായും പൂട്ടി ഒരുവൻ അവിടെ ഇരിക്കുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് താട്ടി ഏൽപ്പിച്ചവിടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി. ക്രിസ്തു അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. 4 ചുവരിനകത്ത് വായും പൂട്ടി ഇരിക്കത്തില്ലെന്നാ പറഞ്ഞു. അവളോട് ഒറ്റ ഓട്ടവാ മലനാട്ടിലേക്ക്. അങ്ങോട്ട് ചെന്ന് എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോ അവിടെ ഉള്ളിൽ പിള്ളതുള്ളി. അവൾ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. മറിയ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞപ്പെട്ടപ്പോൾ ക്രിസ്തു അകത്ത് വന്നു. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവൾ അവളെ ചെന്ന് വന്ദനം ചെയ്തപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. 67-ാം വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇത് കണ്ടപ്പോൾ സെഖര്യാവ് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എലിസബത്ത് മറിയോട് പറഞ്ഞൊരു ദൂത്. എലിസബത്ത് മറിയോട് പറഞ്ഞൊരു ദൂത്. എലിസബത്ത് പറയുക, കർത്താവ് പറഞ്ഞ നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞത് അതുപോലെ നിവർത്തിയാകും. കണ്ണുകളെ അടയ്ക്കും. കർത്താവ് പറഞ്ഞിട്ട് പോയത് നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്ന് പറഞ്ഞു, വേദപുസ്തകം യഥാർത്ഥമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നഗ്ന സത്യമുണ്ട്. നമുക്കറിയാം, 1500 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്നുകൊണ്ട് എഴുതി. വൈദ്യന്മാരെഴുതി, മുക്കുവന്മാരെഴുതി, കാട്ടത്തിപ്പണം വെറുക്കുന്നവൻ എഴുതി, കാരാഗ്രഹത്തിൽ കിടന്ന് കണ്ണുനീര്
ചാലിച്ച് ചിലരെഴുതി. ഓ, ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം. വചനം ക്രിസ്തുവാണ്, വചനം ദൈവമാണ്. ആ വചനം നമ്മുടെ ഇടയിൽ വന്നു പാർത്തു. അത് നമുക്ക് വിടുതലായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അതൊരുവന്റെ അകത്ത് വന്നാൽ അവൻ ആള് മാറും. അവന് മൗനമായിരിക്കാൻ കഴിയത്തില്ല, അവൻ ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല, അവനെ അടക്കി വെക്കാൻ കഴിയത്തില്ല. ഓ, അവളെ കുറിച്ച് എലിസബത്ത് പറയുകയാണ്, കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച് അത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയോ. ആ കൃപ ലഭിച്ച മറിയം തമ്പുരാന്റെ കരങ്ങളിൽ ഒറ്റ സെക്കൻഡ് ഏൽപ്പിച്ചു കൊടുത്തപ്പോ തന്നിൽ വ്യാപരിച്ച ദൈവപ്രവൃത്തി കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ചെയ്തു. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തു, ഒരു മനുഷ്യന്റെ വാക്ക് നീ കേൾക്കണ്ട, ഒരു പാതിരിയുടെ വാക്ക് നീ കേൾക്കണ്ട, ഒരു പുരോഹിതന്റെ വാക്ക് നീ കേൾക്കണ്ട. യേശു കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ ഒന്ന് ചെയ്യ. അത് കൽപാത്രമാണോ ആയിക്കൊള്ളട്ടെ, പച്ചവെള്ളമാണോ ആയിക്കൊള്ളട്ടെ. എന്റെ യേശുവിന് പുതിയത് ചെയ്യാൻ പഴയതിന്റെ ആവശ്യമില്ല. വീണ്ടുണ്ടാക്കാൻ മുന്തിരി വേണ്ടാന്ന്, പച്ചവെള്ളം മതി. പക്ഷെ വിശ്വാസത്തോടെ കോരിക്കണം, ധൈര്യത്തോടെ വിളമ്പിക്കണം. നീ രുചിച്ചു നോക്കാൻ പോകണ്ട, നീ പച്ചവെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ. ചില ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞ ഒരു ദൂതുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തു. കാനാവിലെ കല്യാണം വിട്ട് നമുക്കറിയാം, യഹൂദന്മാരുടെ കല്യാണം ആഴ്ചകളോളം നിൽക്കുന്നതാ, വലിയ ഉത്സവമായത്. എന്നാൽ അകത്ത് നടക്കുന്ന വേദന ആർക്കും അറിയത്തില്ല. അകത്ത് ഹല്ലേലൂയ ഭക്ഷണം തീർന്നുപോയാൽ, കല്യാണ വീട്ടിൽ ഭക്ഷണം തീർന്നുപോയാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന ലജ്ജ അതൊരിക്കലും മാറാത്തതാ. നമുക്കറിയാം, കറിക്കൽപ്പൻ രുചി കുറഞ്ഞു പോയാൽ കുറ്റം പറയുന്ന മനുഷ്യരാ. സദ്യക്കൊന്നും ഇല്ലാതിരുന്നാൽ എന്തൊരവസ്ഥയായി തീരും. തലകുനിയുന്ന അനുഭവം. എന്നാൽ ശിരസ് കുനിയിക്കാൻ അനുവദിക്കത്തില്ല, കാരണം നീ യേശുവിനെ ക്ഷണിച്ചതാണ്. യേശു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, യേശു നിന്റെ മന്ദിരത്തിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുറവുകളെ അവൻ പരിഹരിച്ചിരിക്കും. നിന്റെ കുടുംബത്തിന്റെ കുറവുകളെ അവൻ പരിഹരിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്. അല്ലെങ്കിൽ സ്നേഹിതരെ, ഒരുപക്ഷെ ഈ ഗ്രൗണ്ടിലല്ല, വീടുകളിൽ, വീതികളിൽ, വഴിയോരങ്ങളിൽ, വരാന്തകളിൽ, കടത്തനങ്ങൾ, വാഹനങ്ങൾ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഒരു മതത്തിന്റെ വക്താവോ ഒരു സംഘടനയുടെ വക്താവോ നിന്നല്ല ഞാനിത് പ്രസംഗിക്കുന്നത്. എന്നെ വിടുവിച്ച ശ്രീ യേശുനാഥൻ, എന്റെ കുടുംബത്തിന്റെ യഥാർത്ഥ സമാധാനം തന്നെ എന്റെ കർത്താവ്, സൗഖ്യദായകനായ എന്റെ യേശു, അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം. അല്ലെങ്കിൽ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി കർത്താവേ, ഒറ്റ രാത്രി കൊണ്ടൊരു രാഷ്ട്രം പിറന്നെങ്കിൽ 12 വടിയിൽ ഒരെണ്ണം മണ്ണുമായി ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധമില്ല, കണ്ണുകൊണ്ട് നോക്കിയാൽ സാധ്യതകളില്ല. എന്നാൽ സാധ്യതകളില്ലാത്തടത്ത് മണ്ണുമായി ബന്ധമില്ലെങ്കിലും വെള്ളത്തിന്റെ ഗന്ധമില്ലെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് തളർത്തുപൂത്ത് ഫലം കായ്പിച്ച് മത്സരികളെ കണ്ണിന്റെ നടുവിൽ അടയാളമാക്കി വെക്കാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. എല്ലാ കരങ്ങളും ഒന്ന് അടിച്ച് ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ചാൽ വിശ്വസിക്ക്. ഇന്ന് രാത്രി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഒരു വിശാലത നൽകിയ ഒരു ദൈവമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു സ്നേഹിതരുണ്ട്. കർത്താവേ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശ്രവണത്തിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ജാതിയോ മതമോ വർണ്ണമോ വർഗമോ വ്യത്യാസമില്ലാത്ത ഞങ്ങളുടെ രക്തത്തിൽ രക്തമാകത്താവേ അവര്, ഞങ്ങളുടെ മാംസത്തിൽ മാംസമാ കർത്താവേ. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. അവരുടെ കുടുംബം നിലനിൽക്കണമേ, അവരുടെ കൂട്ടാളികൾ സന്തോഷിക്കട്ടെ, അവരുടെ മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
ഓ യേശു കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. സകലത്തെ സൃഷ്ടിച്ചു ഒരു ദൈവം, നീ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. യായിറോസേ, നിന്റെ കുഞ്ഞു മരിച്ചു, മറ്റുള്ളവര് പറഞ്ഞു, പക്ഷെ നീ ഭയപ്പെടണ്ട. നിന്റെ കുഞ്ഞിനെ ഞാൻ തിരികെ തരും. നിന്റെ കുഞ്ഞിനെ നിന്റെ കൈ തിരികെ തരും. ഓ, അത് തകരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരുപക്ഷെ അവിടെ അക്ഷരീയ മരണമാണ് നടന്നത്. ഇന്ന് ആത്മീക മരണം കണ്ടുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞ് ആത്മീയ ജീവിതത്തിൽ ഈശ്വര ചിന്തയിൽ നിന്ന് മാറിപ്പോയോ? അപ്പൻ എന്ന ഭയം, അമ്മയെന്ന സ്നേഹം വിട്ട് മാറിപ്പോയോ? ഈശ്വര ഭംഗിയിൽ നിന്ന് അവര് മാറിപ്പോയോ? ദൈവത്തെ ഭയപ്പെടാതെ വഴിതെറ്റിപ്പോയോ? മദ്യപാനത്തിൽ പോയോ? ലോകത്തിന്റെ മോഹവലയത്തിൽ അവൻ അകപ്പെട്ടു. ഇന്ന് രാത്രി നിന്റെ ഹൃദയമാണ് യേശുവിന് വേണ്ടി നീ കൊടുക്കാൻ. മാതാവേ, പിതാവേ, നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ പറ്റത്തുള്ളൂ. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിന്റെ തലമുറ എവിടെയായിരുന്നാലും വിടിയിക്കപ്പെടാൻ പോകുക. അവൻ വിടിയിക്കപ്പെടാൻ പോകുക. നിന്റെ തലമുറ നിന്റെ അടിക്കൽ വരും, നിന്നെ ചേർത്ത് പിടിക്കും, നിന്നെ സ്നേഹിക്കും. നീ നല്ലൊരു അപ്പനായി മാറാൻ പോകുക, നല്ലൊരു മകനായി മാറാൻ പോകുക, നല്ലൊരു മാതാവായി, നല്ലൊരു മകളായി ഏൽപ്പിച്ചു കൊടുക്കും. അതിനെന്ത് വേണം? യേശുവിനെ നിന്റെ വീട്ടിൽ ക്ഷണിക്കുന്നു. യേശുവിനെ നിന്റെ വീട്ടിൽ ക്ഷണിക്കുന്നു. യേശു വന്നിട്ടുണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു. ഇന്ന് വരെ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ യേശുവിനെ വിളിക്കുന്ന ആളാണ്, അല്ല ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ല ഞാൻ യേശുവിനെ ഇന്ന് വരെ എനിക്ക് അറിയത്തില്ല, കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ ഒറ്റ വാക്യം കാണാതെ പഠിച്ചോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നീ കാണാത്ത കാര്യങ്ങളെ കണ്ടുകൊണ്ട് വിശ്വസിച്ചോ. നിന്റെ കുടുംബത്തിൽ ആ വിടുതൽ നടക്കും, നിന്റെ തലമുറകളിൽ ആ വിടുതൽ നടക്കും, നിന്റെ സഭയ്ക്കകത്ത് ആ വിടുതൽ നടക്കും, നിന്റെ ദേശത്ത് ആ വിടുതൽ നടക്കും. 2 ദിവസത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ആ വിടുതൽ നടക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ഹൃദയമേശുവിന് വേണ്ടി പകരാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഗ്രൗണ്ടിൽ മാത്രമല്ല, വഴി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യശ്രോതാവേ, ഞാൻ ഒരിക്കൽ കൂടെ പറയും, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാനുള്ള നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹൃദയം ഒരു നിമിഷം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. ഗാത്രമാണ് ക്ഷേത്രം, ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്താണ്. കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഒരു നിമിഷം നീ ആയിരിക്കുന്നിടത്ത് അടുത്തിരിക്കുന്ന സ്നേഹിതൻ കേൾക്കണ്ട, ഉള്ളം കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ? സകലവും ദൂരതയെ ഗ്രഹിക്കുന്ന ദൈവം, നിന്റെ ഹൃദയ നിരൂപണങ്ങളെ ദൂരവേ അറിയുന്ന ഒരു ഏക സത്യ ദൈവമുണ്ട്. അവൻ ഇന്ന് രാത്രി നിന്നെ ദർശിക്കുന്നു. ഒരു നിമിഷം യേശുവിനെ ഇന്ന് വരെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല, അല്ല ഞാൻ ഇന്ന് വരെ സ്നാനം സ്വീകരിച്ചിട്ടില്ല, എനിക്ക് കർത്താവിനെ വേണം, എന്റെ കുടുംബത്തിൽ സമാധാനം വേണം, എന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം എനിക്ക് വേണം. അതിനായി ഹൃദയപാഠം തുറന്നു കൊടുക്കാൻ താല്പര്യമുണ്ട്. ഒരു നിമിഷമായിരിക്കും നിൽക്കുന്നത് ഹൃദയത്തിൽ സ്നേഹിതരെ, ഒരു നിമിഷം എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാലും. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപ ജീവിതത്തിൽ നിന്ന് ഞാനൊരു വിടുതൽ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോറ്റി എന്നെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവേ, എന്റെ ജീവന്റെ സിംഹാസനം ഞാൻ അങ്ങേക്ക് അധീനമാക്കി തരുന്നു. സകല സത്യത്തിനും വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഇന്നു മുതൽ എന്നെ നിയന്ത്രിക്കണമേ. എന്റെ ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരം തട്ടി ദൈവത്തെ സ്തുതിച്ചാൽ വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ശക്തി വചനങ്ങൾ അധികം. ചേർത്തെടുത്ത് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസമാകും വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ ലാഭമാകും, സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമാകും വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കും
ഒപ്പം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പതറിടലേ, കണ്ണുനീരിലും തളർന്നിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും നിന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും നിന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ കാണുകെടുത്തോ നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ കാണുകെടുത്തോ നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. പതറിടലേ, കണ്ണുനീരും തളർന്നിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും നിന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും നിന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞവരും പിന്മാറിപ്പോയിടല്ലേ, ദൈവത്തിരുത്തില്ലാതെ മുന്നോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞാലും പിന്മാറിപ്പോയിടല്ലേ, ദൈവത്തിരുത്തില്ലാതെ മുന്നോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. ഓടങ്ങളിലും പതറിടലേ, കണ്ണുനീരും തളർന്നിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. 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 ഹല്ലേലൂയ, എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. ഈ രാത്രിയിൽ ദൈവവചനം ഐശ്വര്യമായി ശുശ്രൂഷിച്ച ദൈവദാസിയോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഈ മീറ്റിംഗിലേക്ക് വന്ന് ഇവിടെ സംബന്ധിക്കുന്ന ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടറിയിപ്പുകൾ അറിയിക്കുന്നു. നാളെ രാവിലെ 10 മുതൽ 10:30 മുതൽ 12:30 വരെ കണക്കൻ തുരുത്തിയിൽ ബ്രദർ CP ബേബിയുടെ ഭവനത്തിൽ വെച്ച ഒരു പ്രത്യേക മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. പ്രസ്തുത